സംസ്ഥാന സ്കൂൾ കലോത്സവം തിരുവനന്തപുരത്തിൻ്റെ മണ്ണിൽ നിറഞ്ഞാടുകയാണ്. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികളാണ് അനന്തപുരിയിൽ മാറ്റുരയ്ക്കുന്നത്. അത്തരം നൂറുകണക്കിന് മത്സരാർത്ഥികൾക്കിടയിൽ ഒരു കുട്ടിയുടെ വേദിയിലേക്കുള്ള യാത്ര നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. നഗരം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളാ കെട്ടിക്കിടക്കണത്. 5 ലക്ഷം തീർന്നു, എന്നിട്ടും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. 5 ലക്ഷം രൂപ കൂടി പലിശയ്ക്ക് വേണം. ഇനി തരാൻ ഒന്നില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഷ്മിതയുടെ വീടിന് മുന്നിലാണ്. GGHSS കോട്ടൺ ഹിൽ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അഷ്മിത. അഷ്മിതയുടെ മോണോ ആക്ട് ദിവസം, മത്സര ദിവസം ഇന്നാണ്. നമുക്ക് ഒരു സർപ്രൈസ് എൻട്രി കൊടുത്തു നോക്കാം. വാ. ഹലോ അഷ്മിത, വരാവോ? മോളെ, വെൽക്കം ടു TN ന്യൂസ്. ഓക്കെ, പ്രാക്ടീസ് എങ്ങനെ പോകുന്നുണ്ട്? നല്ല രസമുണ്ട് അല്ലേ? കുറച്ചും കൂടെ പ്രയത്നിക്കുന്നുണ്ട്. ശരിക്കും മോൾ എന്തിനാ ഈ മോണായിട്ട് ചൂസ് ചെയ്യാൻ, ഈ ഒരു ഐറ്റം തന്നെ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ? അത് ഞാൻ ഇതുവരെ പങ്കെടുത്തുള്ള കലോത്സവത്തിന് ഞാൻ കുറേ മോണാക്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ക്യൂരിയോസിറ്റി കാരണം ചെയ്യാൻ തുടങ്ങി. ഞാൻ 2-3 വർഷം ചെയ്തിട്ടുണ്ട് മോണാക്ട്. പക്ഷേ ഈ വർഷമാണ് ജില്ല വരെ പങ്കെടുക്കാൻ പറ്റിയത്. എങ്ങനെ ഈ ജേണി എങ്ങനെ ഉണ്ടായിരുന്നു? പ്രാക്ടീസോടെ ആദ്യമായിട്ട് കൺസെപ്റ്റ് കേട്ട് പ്രാക്ടീസ് തുടങ്ങി, ആദ്യം പ്രൈസ് ചെയ്തു, ഇപ്പോൾ ദാ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ ഫൈനലിൽ നിൽക്കുക, ലാസ്റ്റ് സ്റ്റേജിൽ നിൽക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഈ ജേണി? അത് സബ് ജില്ലയിൽ എനിക്ക് 2nd ആയിരുന്നു കിട്ടിയത്. എൻ്റെ ടൈം 5 മിനിറ്റിന് കൂടുതൽ പാസ്സായിപ്പോയി. അതുകൊണ്ട് അപ്പീൽ കൊടുത്താണ് ഞാൻ ജില്ല വരെ പോയത്. എങ്ങനെയൊക്കെയോ ജില്ലയിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അതുകൊണ്ട് സ്റ്റേറ്റ് സംസ്ഥാന തലത്തിൽ. ഈ കണ്ടന്റ് ആരാ ചൂസ് ചെയ്യുന്ന? ആരാ? എൻ്റെ ചേച്ചി. അപ്പോൾ ഈ കണ്ടന്റ് ചൂസ് ചെയ്തതല്ലാണ്ട് ചേച്ചി വേറെ എന്തൊക്കെ ഇൻപുട്സ് തന്നിട്ടുണ്ട്? എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ടൈം മാനേജ്മെൻറ്റും ക്യാരക്ടർ സ്വിച്ചിങ് എല്ലാം ചേച്ചിയാണ് പറഞ്ഞത്. സ്ക്രിപ്റ്റ് ഓൾമോസ്റ്റ് ചേച്ചി തന്നെയാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാത്തിനും സ്ക്രിപ്റ്റുമായിട്ടാണ് അനിയത്തി മത്സരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും മോളുടെ മോണാക്ടിന്റെ ചെറിയൊരു പ്രാക്ടീസ് കാണാം. ബഹുമാന്യരെ, കോടികളുടെ വിലയും നല്ല മഞ്ചാടി കുരു പോലെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നൽകുന്ന റിയാലിറ്റി ഷോകൾ ഏവർക്കും ഹരമാണ്. തീയൊളിച്ച കൂരയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരങ്ങൾ സ്വപ്നം കാണുന്നതിന്റെ പിന്നിലെ ചതികുഴികൾ കാണാൻ ഇനിയെങ്കിലും നമുക്ക് കണ്ണുകൾ തുറക്കാം. മോളെ, അടുത്ത ഐറ്റം ടെൻഷനുണ്ടോ? ടെൻഷനുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 14 പേരല്ലേ വരുന്നത്. പക്ഷെ ഇവരോട് കൂടെ പങ്കെടുക്കാൻ പറ്റിയതിന് സന്തോഷമുണ്ട്, ടെൻഷനുമുണ്ട്. ബെസ്റ്റ് 14 നമ്മളൊരാളായി എന്നതിൽ സന്തോഷമുണ്ടല്ലേ? ഉണ്ട്, നല്ല സന്തോഷമുണ്ട്. മോളെ, കണ്ടന്റ് എന്താ ചെയ്യുന്നത്? കണ്ടന്റ് ഞാൻ ഒരു റിയാലിറ്റി ഷോയിനെ പറ്റിയാണ് ചെയ്യുന്നത്. ആ ഷോകൾ റിയൽ ലൈഫിനെ, സൊസൈറ്റിയെ എങ്ങനെ ബാധിക്കുന്നു, ആ ഒരു കണ്ടന്റാണ് ചെയ്യുന്നത്. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസ് പ്ലീസ് നോട്ട് ഫസ്റ്റ് ചെസ് നമ്പർ 837 സ്റ്റേജ്. ബഹുമാന്യരെ, കോടികളുടെ വിലയും നല്ല മഞ്ചാടി കുരു പോലെയുള്ള സ്വർണ്ണ നാണയങ്ങൾ നൽകുന്ന റിയാലിറ്റി ഷോകൾ ഏവർക്കും ഹരമാണ്. കുത്തക കമ്പനികൾ ഒരുക്കുന്ന ചൂതാട്ടക്കളത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നവരെ കണ്ടില്ല എന്ന് നടിക്കുന്ന സമൂഹത്തിന് മുൻപിൽ ഞാൻ അവതരിപ്പിക്കട്ടെ. ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളെ കാത്തിരിക്കുന്നു 5 കോടി രൂപ വില വരുന്ന വില്ലയും 50 ലക്ഷത്തിന്റെ ഒരു കാറും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രം. നിങ്ങളുടെ ഫോട്ടോ അടങ്ങിയ ഒരു ബയോഡേറ്റ ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ തവണ അവളുടെ പകുതി പോലും പാടമില്ലാത്ത പെൺകുച്ച ആ 1 കോടിയുടെ വില്ലയും കൊണ്ട് പോയത്. ഇത്തവണ നമുക്ക് തന്നെ 5 കോടി. സരസ്വതി
കരുനാക്കൊണ്ട് വന്നേക്കണം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ആദ്യമുള്ള സൺസിംഗറാക്കും. ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും കയ്യിലിരുന്ന കാശ് മുഴുവനും തീർന്നു. ആര് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സരസ് വാങ്ങിച്ചു 5 ലക്ഷം രൂപ പലിശക്ക് വേണമെന്ന് നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരുറപ്പിനായി ആധാരം ഇങ്ങാട്ട് തരിക. ഓ എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളൊന്ന് ചുമ്മാതിരി. നമ്മുടെ ആരതി മോൾക്ക് ഈ SMS കുറവ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ 1-2 ടോപ്പ് മേടിച്ച് ആ പലിശക്കാർക്ക് അങ്ങിട്ട് കൊടുക്കും. അമ്മ നാട്ടാണ് സുബ്രഹ്മണ്യോ, അത് സൺ സിംഗർക്ക് മുതലാളി. പറ 5 കോടി രൂപ ബിൽഡിംഗ് ഞാൻ സ്പോൺസർ പண்றதே. உங்களுக்கு வேணுமா? വെലപ്പാതിരിയ സെറ്റപ്പ് പോട്ട് പ്രമാദമാ പെർഫോം பண்ணிக்கோ. സരസു അങ്ങനെ ആ 5 ലക്ഷം തീർന്നു. എന്നിട്ടും ഇതൊന്നും അവസാനിക്കുന്നില്ലല്ലോ. സരസുവിന് 5 ലക്ഷം രൂപ കൂടി പലിശയ്ക്ക് വേണം. ഇനി തരാൻ ഒന്നില്ല. എങ്കിലും നമ്മളത് തരും. ആരതിയും കൂട്ടി വരിക. വേണ്ട വേണ്ട, എനിക്കിങ്ങനെ ഒരു സിംഗറും ആകണ്ട. ഇപ്പോൾ തന്നെ അച്ഛന്റെ ജോലി, വീട്, സ്ഥലം എല്ലാം നഷ്ടപ്പെട്ടു. എങ്ങനെ കൂടെ വിറ്റിട്ട് വേണോ അമ്മയ്ക്ക് സ്വപ്നത്തിലെ റാണിയാകാം. 5 കോടിയുടെ ബില്ലയും 50 ലക്ഷത്തിന്റെ കാരണോ അതിന് വേണ്ടിയോ ഈ തരപ്പതിയെല്ലാം കൊലച്ചത്? പറയുന്നു അനുസരിച്ചാ മതി. നീ 5 ലക്ഷത്തിക്കോ അല്ല ചുന്തരിപ്പെണ്ണ ഉന്നെ വെച്ച 10 ലക്ഷം സമ്പാദിച്ചിടും. വേണ്ട സാറേ, വേണ്ട, എന്നെ ചെയ്യല്ലേ. എച്ചമ്മയ്ക്ക് ഭ്രാന്ത. എന്നടി ഗുരുക്കന്മാർ, ചെന്നായുകൾ, ഉപദ്രവിക്കല്ലേ. ഉണ്ണി, നീ അറിഞ്ഞോ നമ്മുടെ ബാങ്ക് മാനേജർ ഹരിതാന്തന്റെ മകളുടെ ഫോട്ടോ ഇന്റർനെറ്റിൽ വന്നത്? ഇപ്പൊ എന്റെ ഫോണ് മോളെ ആരതി എന്താ പറ്റിയ? അവിടെ പൊന്നുമുത്തിൽ എന്താ പറ്റിയ? ഉപദ്രവിക്കല്ലേ മോളെ. അറിയണ്ട നമ്മുടെ മോൾക്ക് എന്താ പറ്റി? നാളെ അവർക്ക് സെമി ഫൈനൽ ഉള്ളതാ. സരസു നാളെ എല്ലാവരുടെ ഫൈനൽ ആടി. മോളെ ആരതി മക്കളുടെ ഫോട്ടോ അച്ഛൻ ഇന്റർനെറ്റിൽ കണ്ടടി. സരസു നീയാണ് ഇതിനൊക്കെ കാരണം. നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ പോക. നീ എന്നെ സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം, സൂക്ഷിച്ചു നോക്കണം. അങ്ങനെ ഈ ഹരിതാദ് ഇവിടെ എത്തി. കേൾക്കുന്നില്ലേ? തെറ്റാതെ നിന്നൊരു കാലം ശ്രദ്ധിച്ചു നോക്ക്. ഒരു രൂപ തരണേ സാറേ, സൺസിംഗ ആരതിയ, സൺസിംഗ ആരതിയ. പൊട്ടിയൊളിച്ച കൂരയിൽ നിന്നും വെട്ടിത്തിളങ്ങുന്ന കൊട്ടാരങ്ങൾ സ്വപ്നം കാണുന്നതിന്റെ പിന്നിലെ ചതികുഴികൾ കാണാൻ ഇനിയെങ്കിലും നമുക്ക് കണ്ണുകൾ തുറക്കാം. നന്ദി, നമസ്കാരം. നിങ്ങൾ ജഡ്ജസ് വളരെ ശ്രമകരമായിട്ടാണ് മാർക്കിട്ടത്. മത്സരിച്ച എല്ലാവർക്കും എ ഗ്രേഡ്.
എ ഗ്രേഡ് കിട്ടിയതുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. ആദ്യമായിട്ട് തന്നെ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനിയും ഞാൻ എ ഗ്രേഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന തലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കും.